ഹായ് മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലുള്ള ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം എന്നുള്ള ഭാഗത്തിനെ കുറിച്ച് ജസ്റ്റ് അതിന്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തിയറി പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. ഈ ചെറിയൊരു വീഡിയോ, 10-15 മിനിറ്റ് വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റീരിയോ ഐസോമറിസത്തിൽ 2 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ജോമെട്രിക്കൽ ഐസോമറിസവും അതേപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസവും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ജോമെട്രിക്കൽ ഐസോമറിസത്തിലോട്ട് വരുമ്പോൾ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്ത് ചെയ്യൂല, ഏത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്ത് ചെയ്യൂല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. അത് എന്തുകൊണ്ടാന്നൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും പറയാനുള്ള സമയമല്ലത്. നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് മാത്രം പറയുകയാണ്. ഈ പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നിങ്ങൾ ഏത് കോംപ്ലക്സ് ടെട്രാഹെഡ്രൽ ആണെങ്കിൽ അയാൾ പിന്നെ എന്ത് കാണിക്കില്ല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഒരു കോമ്പൗണ്ട് ടെട്രാഹെഡ്രൽ ആണോ സ്ക്വയർ പ്ലനാർ ആണോ നിങ്ങൾ തിരിച്ചറിയുക. അതിനാണ് നിങ്ങൾ വാലൻസ് ബോണ്ട് തിയറിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി പറയേണ്ട കാര്യം സ്ക്വയർ പ്ലനാറിന്റെ കേസിലാണ്. സ്ക്വയർ പ്ലനാറിൽ കുറെ ഫോർമാറ്റുകൾ ഉണ്ട്. ഒരു മെറ്റലും 3 ലിഗൻഡ് സെയിമും വേറെ ലിഗൻഡ് വേറെ ഒന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ, A3B ഫോർമാറ്റ് ഒക്കെ ആണെങ്കിൽ ഇവര് സിസും ട്രാൻസും കാണിക്കും. എങ്ങനെ കാണിക്കാനാ? കാരണം എയും സെയിം സൈഡ്. സിസ് ആണോ? ആണ്. പക്ഷെ എയും സെയിം സൈഡ്. അപ്പൊ എയും ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ട്രാൻസ് ആണോ? അതുമാണ്. അപ്പൊ നമുക്ക് സിസും ട്രാൻസും വേർതിരിച്ച് പറയാൻ പറ്റൂല. അതുകൊണ്ട് A3B എന്ത് ചെയ്യൂല, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല എന്ന് പഠിച്ചു വെക്കുക. ഇനിയിപ്പോ A4 കാണിക്കുവോ? A4 ഒരിക്കലും കാണിക്കൂല. A4 എങ്ങനെ കാണിക്കാനാ? A4 ഒക്കെ ആണെങ്കിൽ ഒരിക്കലും കാണിക്കില്ല. കാരണം എന്താ, 4 ആളും സെയിമാ. അപ്പൊ സിസ് ട്രാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ A4 കാണിക്കില്ല, A3B കാണിക്കില്ല എന്നൊക്കെ എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. A2B2 കാണിക്കുവോ? കാണിക്കും. കാരണം എന്താ, ഇവിടെ എയും സെയിം സൈഡാ, സിസ് ആക്കാം. ഇവിടെ എയും ഓപ്പോസിറ്റ് സൈഡാ, ട്രാൻസ് ആക്കാം. അപ്പൊ ഇത് സിസ് ആണ്, ട്രാൻസ് ആണെന്ന് പറയാൻ പറ്റും. A2BC കാണിക്കുവോ? A2BC നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 Aന് സെയിം സൈഡ് ആക്കാം, അല്ലെങ്കിൽ 2 Aന് ഓപ്പോസിറ്റ് സൈഡ് ആക്കാം. സിസും ട്രാൻസും വരക്കാൻ പറ്റും. അപ്പൊ A2B2 A2BC ഒക്കെ എന്ത് ചെയ്യും, കാണിക്കും. ABCD കാണിക്കും. അത് NCERT സെന്റൻസ്. ABCD കാണിക്കും. 3 കാണിക്കും. 3 ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. അതിൽ 2 സിസ് ആയിട്ടും ഒരു ട്രാൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ABCD ഫോർമാറ്റ് 3 ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും, 2 സിസും ഒരു ട്രാൻസും. അത് പഠിച്ചു വെക്കുക. അത് NCERT സെന്റൻസ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. MAA ടോയ്സ് കാണിക്കും. എന്താ MAA ടോയ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മെറ്റലും EN ടോയ്സ് അല്ലെങ്കിൽ ഓക്സലേറ്റോ ടോയ്സ് ഒക്കെ ആണെങ്കിൽ, അതായത് ബൈഡെന്റേറ്റ് 2 ഡോണർ ആറ്റം സെയിമാ, ബൈഡെന്റേറ്റ് സിമെട്രിക് ലിഗൻഡ് MAA ടോയ്സ് സിസും ട്രാൻസും കാണിക്കുവോ? കാണിക്കില്ല. കാരണം നമുക്ക് ഇതിനെ എയും സെയിം സൈഡ്, ഓപ്പോസിറ്റ് സൈഡും വരുന്നുണ്ട്. അപ്പൊ സിസും ട്രാൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ ആ പോയിന്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാ, പഠിക്കാം. AB ടോയ്സ് നിങ്ങൾക്ക് പഠിക്കാൻ NCERT കൊടുത്ത AB ഏതാന്ന് വെച്ചാൽ, അതായത് അസിമെട്രിക് ബൈഡെന്റേറ്റ് ലിഗൻഡ്. അതായത് ഒരു ഡോണറാറ്റം A ആണെങ്കിൽ മറ്റൊരു ഡോണറാറ്റം B ആ. അതായത് ഒരു ലിഗൻഡ് ആണ്, പക്ഷെ 2 ഡോണറാറ്റം, 2 ഡിഫറെന്റ് ഡോണറാറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്ലൈസിനേറ്റോ, നൈട്രജനും ഓക്സിജനും ആണ് അവിടുത്തെ 2 ഡിഫറെന്റ് ഡോണറാറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ AB ടോയ്സ് എന്ത് ചെയ്യും, കാണിക്കും. നോക്കിക്കേ, എയും സെയിം സൈഡാ, ഇവിടെ എയും ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ സിസും ട്രാൻസും ആയിട്ട് വരക്കാൻ പറ്റും. അപ്പം MAA ടോയ്സ് കാണിക്കൂല എന്നും MAB ടോയ്സ് കാണിക്കുമെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ നോക്കിക്കേ, അപ്പം സ്ക്വയർ പ്ലനാറിൽ ആരൊക്കെ കാണിക്കും? MA4 കാണിക്കില്ല, A3B കാണിക്കില്ല, A2B2 കാണിക്കും, A2BC കാണിക്കുമെന്ന് പറഞ്ഞു. ABCയിൽ 3 അതില് 2 സിസും ഒരു ട്രാൻസും. 2 എന്തായിരിക്കും, സിസ് ആയിരിക്കും, 1 എന്തായിരിക്കും, ട്രാൻസ് ആയിരിക്കും. ആ പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. AA ടോയ്സ് കാണിക്കില്ല എന്ന് പറഞ്ഞു, AB ടോയ്സ് കാണിക്കുമെന്ന് പറഞ്ഞു. ആ പോയിന്റ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇനി ഒക്ടാഡിലോട്ട് കടക്കുമ്പം MA6 കാണിക്കില്ല, A5B കാണിക്കില്ല. അങ്ങനെ പഠിച്ചു വെക്കുക. A4B2 കാണിക്കും. കാരണം എന്താ, എനിക്ക് 2Bനെ സെയിം സൈഡ് ആക്കാം, 2Bനെ 180 ഡിഗ്രിയിൽ ഡയഗണലി ഓപ്പോസിറ്റും ആക്കാം. അപ്പൊ സിസും കിട്ടും. അപ്പൊ ഇത് സിസ് ആണ്, ഇത് ട്രാൻസ് ആണ് വിത്ത് റെസ്പെക്ട് ടു B. അപ്പൊ ഇയാള് കാണിക്കും. A3B3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്കും പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം അത്. അതായത് ഏതാണ് ഫേഷ്യൽ മെറിഡിയൽ ഐസോമറിസം കാണിക്കാന്ന്. അപ്പൊ നിങ്ങൾ ഏത് ഫോർമാറ്റിലുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യണം? MA3B3 എന്നുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യണം. ഒരു മെറ്റലും 4 ഒരേ ലിഗൻഡും വേറെ 3 വേറെ ലിഗൻഡും. ഓക്കെ, അങ്ങനെയുള്ളവര് ഫാക്കും മെറിലും കാണിക്കുമെന്ന് പഠിക്കാം. സെയിം ഗ്രൂപ്പ് സെയിം സൈഡ് എല്ലാം ഒരേ അഡ്ജസ്റ്റന്റ് സൈഡിലാകുമ്പോൾ ഫാക്ക്, അതിന്റെ അടുത്ത് ഗ്യാപ്പിൽ ഒരു B വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് മെർ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൾറെഡി. ഓക്കെ, AA ടോയ്സ് B2 കാണിക്കും. എനിക്ക് 2Bനെ സെയിം സൈഡ് ആക്കാം, 2Bനെ ഓപ്പോസിറ്റ് ആക്കാം. അപ്പൊ കണ്ടാൽ തന്നെ അറിയാം ഇത് സിസ് ആണ്, ഇത് ട്രാൻസ് ആണ്. ആ കാര്യം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. AB ടോയ്സ് B2, AA ടോയ്സ് B2 പോലെ തന്നെയാണ് AB ടോയ്സ് B2. 2Bനെ ഓപ്പോസിറ്റ് സൈഡ് ആക്കാം, 2Bനെ സെയിം സൈഡ് ആക്കാം. സിസും ട്രാൻസും ആയിട്ട് എന്ത് ചെയ്യും, കാണിക്കുന്നുണ്ട്. MAA ത്രൈസ് കാണിക്കുമോ? അതെങ്ങനെ കാണിക്കാനാ? എല്ലാവരും ഒരേ ടൈപ്പ് ലിഗൻഡ് അല്ലേ, ഒരു AA, ഇതും AA, ഇതും AA.
അവരുടെ എ വിത്ത് റെസ്പെക്ട് ടു എ സെയിം സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിസ്റ്റം ട്രാൻസും വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യില്ല, കാണിക്കില്ല എന്ന് പഠിച്ചു നോക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. MA6 കാണിക്കില്ല, A5B കാണിക്കില്ല, A4B2, A3B അതിന് ഷോർട്ട് ആയിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും കാണിക്കും, MA3 കാണിക്കില്ല എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ പോയിന്റ് ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമ്മൾ പോകുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ അടുത്തോട്ടാ. എങ്ങോട്ടാ പോകുന്നത്? ഒപ്റ്റിക്കൽ ഐസോമറിസം. അപ്പൊ നിങ്ങൾ ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ ഫസ്റ്റ് പഠിച്ച പോയിന്റ് എന്താ? ജോമെട്രിക്കൽ ഐസോമറിസത്തിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല എന്ന് പഠിച്ച പോലെ ഇവിടെ പഠിക്കേണ്ട പോയിന്റ് എന്താ? സ്ക്വയർ പ്ലനാർ കോംപ്ലക്സ് ആണെങ്കിൽ ഒപ്റ്റിക്കൽ കാണിക്കില്ല. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഈ ചെറിയ സമയത്ത് റീസൺ പറയാനൊന്നും സമയമല്ല. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്ത്? സ്ക്വയർ പ്ലനാർ ഏത് നിങ്ങൾ MAB2 എടുത്തോ, ABCD എടുത്തോ, 4 ലിഗൻഡ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ള ഒരു കോമ്പൗണ്ടും എന്തല്ല, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. അതിൽ സ്ക്വയർ പ്ലനാർ ഏത് സ്ക്വയർ പ്ലനാർ എടുത്താലും അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ പിന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയ ആളാരെ? ടെട്രാഹെഡ്രൽ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതിൽ ആരെ? MA4ഉം A3Bയും A2B2 ഒന്നുമല്ല. ഇവർക്ക് രണ്ടാൾക്കും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകൂല. ഒരു പ്ലെയിനിൽ രണ്ട് ഈക്വൽ ഹാഫിനായിട്ട് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടാൾക്കും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്നെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന് മെയിൻ ചോദ്യങ്ങൾ വരും ഒക്ടാഡിന്റെ കേസിലാണ്. നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്, അത് പഠിച്ചു വെച്ചാൽ മതി. അത് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ സെയിം ആണെങ്കിൽ, വേറെ ഒന്നും അറിയിക്കണ്ട. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ സെയിം ആണെങ്കിൽ അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല എന്ന് പഠിക്കുക. എടാ ഇയാളും 180 ഡിഗ്രിയിലുള്ള ആൾക്കാർ, രണ്ടാൾക്കാർ സെയിമാ, അല്ലെങ്കിൽ ഇയാളും അല്ലെങ്കിൽ ഇയാളും ഈ ഞാൻ പറയുന്ന 5 കണ്ടീഷൻ ഉണ്ട്, അത് പഠിക്കാം. ഒന്നില്ലെങ്കിൽ ഇയാളും സെയിം ആണെങ്കിൽ, വേറെ ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നോട്ടെ, ഡിഫറെന്റ് ആയിക്കോട്ടെ, സെയിം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇയാളും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇയാളും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതേ കണ്ടീഷൻ ഇവരും സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവരും സെയിം ആണെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ 5 കണ്ടീഷൻ ആണെങ്കിൽ അവർക്കൊക്കെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. അതാണ് പഠിക്കേണ്ടത്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല എന്നെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട ഒറ്റ പോയിന്റും കൂടി ഉണ്ട്. അതായത് നോക്കിക്കേ, ഇത് എബവ് ദ പ്ലെയിനും ഇതെന്താ ബിലോ ദ പ്ലെയിനോ. എബവ് ദ പ്ലെയിനിലോ അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനിലോ റിംഗ് ഉണ്ടെങ്കിൽ അയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും എന്ന് പഠിച്ചു വെക്കുക. അത് നോക്കി, ഇത് ട്രാൻസ് അല്ലേ? ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ്, അതായത് MA2B2 ഫോർമാറ്റിൽ ട്രാൻസ് നോക്കിക്കേ, ഇത് ഈ റിങ് രണ്ടും സെയിം പ്ലെയിനിൽ, ഒരേ പ്ലെയിനിൽ, ഇൻ ദ പ്ലെയിനാ, എബവ് ദ പ്ലെയിനും അല്ല, ബിലോ ദ പ്ലെയിനും അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇവരിപ്പോ രണ്ടും B ആണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ കണ്ടീഷൻസ് ഓക്കെ ആണല്ലോ, മുകളിലത്താളും താഴത്താളും സെയിം ആയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഇവിടെ പഠിക്കുന്ന പോയിന്റ് എന്താ? എബവ് ദ പ്ലെയിനിലോ അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനിലോ റിങ്, ഇങ്ങനത്തെ ടൈപ്പ് റിങ് ഉണ്ടെങ്കിൽ അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല എന്ന് ബൈഹാർട്ട് ചെയ്തോ. അങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. ആ പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇയാൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണോ? അല്ലേ, ആണ്. കാരണം എന്താ? എബവ് ദ പ്ലെയിനിൽ അതാ റിങ് അതാ, അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനിലും റിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റം കണ്ടാൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്നെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇയാളോ? MA4B2 ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ എന്നാ ചോദ്യം. MA4B2 ജോമെട്രിക്കലി ആക്റ്റീവ്, സിസ്സും ഉണ്ട്, ട്രാൻസും ഉണ്ട്. ഞാൻ സിസ്സും വരക്കാം, ട്രാൻസും വരക്കാം. ഇത് സിസ്സാണ്, ഇതെന്താണ്? ട്രാൻസ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? നമുക്ക് നോക്കാം. ഇയാളും സെയിം ആയില്ലേ? ഞാൻ പറഞ്ഞ 5 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ അല്ലത്. ഇയാളും സെയിം ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല. അപ്പൊ ഇതോ ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ അല്ലേ? നോക്കിക്കേ, ഇയാളും സെയിം ആയില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇയാളും സെയിം ആയില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇയാളും സെയിം ആയി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷനിലും ഓക്കെ ആയാൽ മതിയടാ. അപ്പൊ അവർക്കൊക്കെ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവൂല എന്ന് പഠിച്ചു വെക്കുക. A3B3 ഫാക്കും മെറും ജോമെട്രിക്കൽ ആക്റ്റീവാ, ഫാക്കും മെറും. അതിൽ ഫാക്കും മെറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് നോക്കാൻ പോവാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ അല്ലേ ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. നോക്കി, ഞാൻ പറഞ്ഞല്ലോ ഇവരും സെയിം ആണെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. എനിക്ക് കാണിച്ചു തരാനൊക്കെ പറ്റും, നമുക്ക് വേണ്ട. ആ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഇതോ എന്തെളുപ്പല്ലേ? ഇയാളും സെയിം. ഞാൻ പറഞ്ഞ 5 കണ്ടീഷനിൽ ഒരു കണ്ടീഷനാണിത്. ഇവരും സെയിം ആണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട, അവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാകും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല.
അപ്പൊ പറയാം MA6 ഉണ്ടാവില്ല, A5B ഉണ്ടാവില്ല, A4B ഉണ്ടാവില്ല, ട്രാൻസ് MA2B ഉണ്ടാവില്ല, സിസിന് ഉണ്ടാവും. പിന്നെ MA3ഉം MAB3 വരച്ചാൽ നിങ്ങൾ എന്തായാലും വരച്ചു നോക്കുകൊണ്ട് എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും റിംഗ് ഉണ്ടാകും. അതുകൊണ്ട് അവർക്കൊന്നും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂല, അതുകൊണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കേസിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അത് ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം? അപ്പൊ ഇയാൾ ഏത് ഫോർമാറ്റാ? പെട്ടെന്ന് പറ. ഒരു മെറ്റൽ ഉണ്ടല്ലോ, ഒരു മെറ്റൽ ഉണ്ട്, പിന്നെ ബൈഡന്റേറ്റ് സിമെട്രിക് ലിഗൻഡ് MA എത്രൈസ? എബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനൊക്കെ റിംഗ് ഉള്ളതാണ്. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല എന്ന് പറഞ്ഞു, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഇത് സിസ് MA2B2 അല്ലേ? A2B2 സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പൊ 1, 2 ഉണ്ടെങ്കിൽ എന്തായാലും ആൻസർ ഓപ്ഷൻ 4 തന്നെ വരാം. ഓക്കെ, ഇയാൾ നിങ്ങളൊന്ന് വരച്ചു നോക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു ക്രോമി ഉണ്ട്, സിസ്സാ വരക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, 2 CLനെ അടുത്തടുത്ത് എടുക്കാം, 2 NH3യെ അടുത്തടുത്ത് വെക്കാം, പിന്നെ ഒരു EN, ഒറ്റൊരു EN, ബൈഡന്റേറ്റ് സിമെട്രിക് ലിഗൻഡ്. ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടോ? ഇയാളും സെയിം ആണോ? അല്ല. ഇയാളും സെയിം ആണോ? അല്ല. ഇയാളും സെയിം ആണോ? അല്ല. ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷനും ഇയാൾക്കില്ല. അതുകൊണ്ട് അയാൾക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. അതുകൊണ്ട് 1, 2, 3 ഓപ്ഷൻ 4 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് കോംപ്ലക്സ് ഈസ് ലൈക്ലി ടു ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നല്ല ചോദ്യം. ഒറ്റ ഓപ്ഷനിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പല്ലേ? ഡയറക്റ്റ് ആൻസറിലോട്ട് പോയിക്കോട്ടെ. നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇത് MAA2B2 പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സിസ് ആണ് കൊടുത്തിട്ടുണ്ട്. സിസ് MAA2B2 ഫോർമാറ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ് അല്ല. സിസും ട്രാൻസും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെ സിസ് ആയിട്ട് എടുക്കാം, എന്നിട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്ത് ചെയ്യാം, പറയാം. അടുത്തതിലോട്ട് പോകാം. വിച്ച് കോമ്പൗണ്ട് എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം? ഡയറക്റ്റ് ആൻസറിലോട്ട് പോവാണ്. നിങ്ങൾ ഈ കോമ്പൗണ്ട് വരച്ച എന്താ കിട്ടുക എന്നറിയോ? അതായത് കൊബാൾട്ട് ആണ്. ട്രിസ് എത്തിലീൻ ഡയാമീൻ എന്ന് പറയുമ്പോൾ EN എത്ര എണ്ണം? 3 എണ്ണം. ഇത് ഏത് ഫോർമാറ്റാ നോക്കിക്കേ, MAA3 ഫോർമാറ്റാ. MAA3 നിങ്ങൾ വരയ്ക്കാൻ ഒരു ഫാൻ ലൈക്ക് സ്ട്രക്ചർ അല്ലേ, അബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനിലൊക്കെ റിംഗ് ഉള്ളതാണ്. അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവൂല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. ഇത് ഓപ്ഷനെ മാർക്ക് ചെയ്യേണ്ട, ഓപ്ഷൻ 4 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ വരും, ക്വസ്റ്റ്യൻ വരട്ടെ. ക്വസ്റ്റ്യൻ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. വരും 100% ഞാൻ ഒരിക്കലും പറയില്ല, വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം NCERT ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ലപോലെ ആ ഷോർട്ട് കട്ടും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസത്തും ഒപ്റ്റിക്കൽ ഐസോമറിസത്തും വരുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.